ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എന്താണോ ഞാൻ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും സംഭവിച്ച കാര്യമാണ് കേട്ടോ. അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഈ കുറച്ച് നേരെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീഫ് കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. ഏട്ടൻ വന്നതിന് ശേഷം ഞാനത് രണ്ടാമത്തെ പ്രാവശ്യം ബീഫ് കറി വെക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഫസ്റ്റ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സെക്കൻഡ് വീഡിയോ എങ്കിലും എടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യുന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ ഈ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് സാധാരണ ഒരു പ്രാവശ്യമൊക്കെ കഴുകാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ 2 പ്രാവശ്യം കഴുകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടിൽ കൂടുതലൊന്നും എന്തായാലും കഴുകരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബീഫിൻ്റെ ആ ഒരു നമ്മുടെ സ്മെല്ല് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമേ കഴുകാൻ പറ്റും. പക്ഷേ ഞാൻ 2 പ്രാവശ്യം കഴുകും കേട്ടോ, ഉള്ളത് പറയാലോ. ഓക്കെ, അപ്പം ഞാൻ 2 പ്രാവശ്യം കഴുകി വാരിയതിന് ശേഷം നമ്മൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ അടുത്ത് ചേർക്കുന്നത് ഞാൻ മല്ലിപ്പൊടിയാണ്, മുളക് പൊടിയാണ്. മുളക് പൊടി മല്ലിപ്പൊടി എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യണേ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് എന്താണ് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ. നമ്മുടെ സാധാ ജീരകമാണ്. സാധാ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതാണ്. ഇത് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഇത് എത്ര പേര് ആഡ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ആഡ് ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും എസ് ഓർ നോ എന്നുള്ള കമൻറ്റ് കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗരം മസാലയാണ്. നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഗരം മസാലയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഞാൻ സാധാരണ ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ, ഞാൻ ഗരം മസാലയൊന്നും വീട്ടിൽ പൊടിച്ച് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ അടുത്തത് ഒരു പച്ചമുളക് ഞാൻ ഇടുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾക്ക് ഗ്രേവിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ സവോളയുടെ പാതി നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി, ഒരു കുഞ്ഞു തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ബാക്കി തക്കാളി, വെളുത്തുള്ളി, സവാള എല്ലാം നമുക്ക് ഗ്രേവിയിലേക്ക് ഞാൻ വേറെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ബീഫിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ബീഫ് വേവിക്കണമല്ലോ. അപ്പോൾ ഞാനതെല്ലാം ഗ്രേവിക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും ഞാൻ ബീഫിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കണേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഞാൻ എന്താണ് ഇതിൽ മറന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല. കാരണം ഇത് വീഡിയോയും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് വീഡിയോ എടുക്കണം എല്ലാം കൂടി ആയപ്പോഴത്തേനും എനിക്ക് സംഭവം ഇടാൻ മറന്നു പോയിട്ടോ. പക്ഷെ ഞാൻ ഭാഗ്യമുണ്ട്, ഞാൻ അടുത്ത് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണ്. കളറിന് ഞാൻ കാശ്മീരി മുളക് പൊടി ഞാൻ യൂസ് ചെയ്യും. കാരണം നമ്മൾ വറുത്ത് പൊടിച്ച മുളക് പൊടിയിൽ കുറച്ച് എരിവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കാറുള്ളൂ. ബാക്കി കളർ എനിക്ക് ബീഫും പോർക്കൊക്കെ വെക്കുമ്പോൾ എനിക്ക് നല്ല കളർ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഞാൻ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് നമ്മൾ കുക്കറിലാണ് ഞാൻ ഇത് വേവിക്കാൻ പോണേ. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു 7 വിസിലൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും കൂടുതലായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഞാനിത് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ട് കേട്ടോ. ഈ സാധനമാണ് ഞാൻ മറന്നത്. നമ്മളൊരു കറി വെക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പിടാൻ ഞാൻ മറന്നു പോയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കത് ലാസ്റ്റ് ടൈമിൽ എനിക്കത് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തു കേട്ടോ. ഉപ്പില്ലാതെ ഈ ബീഫ് കറി വെച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന ടൈമിൽ. കാരണം നമ്മൾ വേറൊരാൾ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിൽ കയറി വരുമായിരുന്നു. പക്ഷെ ഞാനിത് ഒറ്റയ്ക്ക് എടുക്കുന്ന കാരണം വീഡിയോ എടുക്കണം ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. പക്ഷെ എന്തായാലും എന്തോ ലാസ്റ്റ് ചാൻസിൽ എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കാൻ പോവാണ്. അപ്പം ഞാനിതിൽ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ 7 വിസിൽ വേണം. അപ്പം ഞാൻ ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 6 വിസിൽ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനത് വേവിക്കാൻ പോണേ. അപ്പോൾ ഇത് 7 വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് പാകത്തിനുള്ള നമുക്ക് വേവായിട്ടുണ്ടാവും കേട്ടോ ബീഫ്. അപ്പോൾ ബീഫ് അവിടെ ഇരുന്ന് വേകട്ടെ, അപ്പോഴേക്കും നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാം അല്ലേ. അപ്പം ഞാനിത് ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 സവാള ഒരു മീഡിയം സൈസിൽ ഞാൻ എടുത്തിട്ട് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ എത്ര പേര് ബീഫ് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്, എത്ര പേരാണ് അങ്ങനെ ചെയ്യുന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയാണ്. അതുപോലെ തന്നെ ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടെ ഞാനിതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പച്ചമുളകാണ്. ഞാൻ ഒരു 3-4 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. ബാക്കി ഒരുപാട് എരിവ് വേണ്ട, ഒരു
കുറച്ചല്ലേ എരിവ് പാടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഓൾറെഡി അതിൽ ചേർത്തിട്ടുണ്ട്. മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ബീഫിൽ ഞാനൊരു പച്ചമുളക് ഞാൻ ചേർത്തത്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇല്ലാണ്ട് നമ്മളുടെ ഏതെങ്കിലും കറികളുണ്ടോ? കറിവേപ്പില എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ടാലാണ് ബീഫ് പോർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് വേണം കേട്ടോ. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ എത്ര പേര് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ടെന്നും കൂടെ ഉണ്ടെന്ന് മെസ്സേജ് ഇടണേ. എനിക്കറിയാം എല്ലാവരും തേങ്ങാക്കൊത്ത് ഇടും, പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഇടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് അറിയാലോ ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതും കൂടെ എനിക്ക് അറിയാലോ. ഓക്കെ, അപ്പം നമ്മൾക്ക് അങ്ങനെ ഫസ്റ്റ് വിസിൽ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താ വേണ്ട 6 വിസിൽ വേണം. അപ്പോൾ 6 വിസിൽ നമുക്ക് ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ട് നമ്മൾക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇനി അത് ചെയ്തതിന് ശേഷം ഇനി എന്ന് പറയുന്നത് നമുക്ക് ഈ 7 വിസിലൊക്കെ ഓരോ ചിലപ്പോൾ 7 വിസിൽ വേഗം, ചിലപ്പോൾ 8 വിസിൽ വേഗം. പക്ഷെ ഞാൻ ഇതൊരു 7 വിസിലിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ എയർ പോകുമ്പോഴത്തേനും എനിക്ക് കറക്റ്റ് വേവായി കേട്ടോ. കറക്റ്റ് വേവായി. അതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ വിസിലൊന്നും എനിക്ക് അടുപ്പിക്കേണ്ടി വന്നില്ല. വേറെ എക്സ്ട്രാ ടൈം കൊടുത്ത് എനിക്ക് വേവിക്കേണ്ടി വന്നില്ല. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും അതിൻ്റെ വേഗം നോക്കുമ്പോഴത്തേനും എനിക്ക് കറക്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഈ ഗ്രേവിയൊക്കെ തയ്യാറാക്കി അതിലേക്ക് ഈ ബീഫ് വേവിച്ചതും കൂടെ കൊട്ടി ഒരു 10 മിനിറ്റൊക്കെ അടുപ്പിൽ ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു 10 മിനിറ്റൊക്കെ വേകുമ്പോഴത്തേനും കറക്റ്റായിട്ടോ. അപ്പോൾ ഇനി നമ്മൾക്കിനി അടുത്ത എന്താ, നമുക്കിനി ഗ്രേവി തയ്യാറാക്കണം അല്ലേ. അപ്പോൾ പറഞ്ഞത് മറക്കരുത്, ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്, ഈ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കല്ലേ. അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു. ഇത് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് വേണ്ട എന്താ, കടുക് ടബേന്ന് പൊട്ടണം. കടുക് ഞാൻ ഇതിന് യൂസ് ചെയ്യാറുണ്ട്, ചിലവർ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾക്ക് വേണ്ടത് സവോള പച്ചമുളകും കൂടെ നമ്മൾക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചുവന്ന നിറം ആവുന്നത് വരെ നമ്മൾക്കൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഈ ചുവന്ന നിറം ഇത് സവോളയും ചേർത്ത് തക്കാളിയും ചേർത്ത് ആ ഒരു ഗ്രേവിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ബീഫ് അടിപൊളിയാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് ചുവന്ന നിറം ആയിക്കഴിഞ്ഞ ശേഷം ഞാൻ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ ശേഷം നമ്മൾക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഒരു 2 മിനിറ്റൊക്കെ മതിയാവും നമ്മളൊന്ന് മൂപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്കിതിൽ ആഡ് ചെയ്യേണ്ടത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഇതാവണം എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി എനിക്ക് തേങ്ങ മൂപ്പിക്കണമായിരുന്നു. പക്ഷേ എനിക്ക് സത്യം ഉള്ളത് ഓപ്പറേറ്റ് പറയാലോ, എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പക്ഷെ കുഴപ്പമില്ല, പിള്ളേർക്കെന്ന് പറയുമ്പോൾ ഈ പച്ച തേങ്ങ പോലെ തിന്നണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ അതും കൂടി ഇട്ടത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ട കാശ്മീരി മുളക് പൊടി ഞാൻ ഒന്നുകൂടി ഇടുവാണ്. കാശ്മീരി മുളക് പൊടി ഇട്ടു. അതേപോലെ തന്നെ ഗ്രേവികളിട്ടു. ഞാൻ കുരുമുളകും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കുരുമുളക് പൊടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം നമ്മളുടെ വേവിച്ച് വെച്ച ബീഫ് ഞാൻ അതിലേക്ക് കൊട്ടാണ്. ഇനി നമ്മൾക്കിതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കി കൊടുത്തു ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഞാൻ കറക്റ്റ് ആയിരുന്നു. എനിക്ക് ഇടേണ്ടി വന്നോ എന്ന് ചോദിച്ചാൽ വന്നു, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ഞാൻ കുരുമുളക് ഞാൻ ആഡ് ചെയ്തു. ഗ്രേവിയിൽ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടോ. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾക്കതൊരു 10 മിനിറ്റ് ഞാനിതിൽ നന്നായി വേവിക്കാൻ വെച്ച് ഞാൻ ലാസ്റ്റ് പിന്നെന്താ ഒരു കറിവേപ്പില കുറച്ചും കൂടെ ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിമ്മാക്കി വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്നറിയോ, ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി അടുത്തത് പൊറോട്ടയോ പത്തിരിയോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടാവും അല്ലേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളെല്ലാവരും ഓടി വന്നൊന്ന് മെസ്സേജ് ചെയ്ത് ഇട്ടേര്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാലോ ഏതാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിരിക്കാലോ. അപ്പം മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.